നമുക്ക് ദുനിയാവിങ്ങനെ കാണണം. എങ്ങനെ ഇങ്ങനെ വന്നിട്ട് പാട്ടിന്റെ അകത്തോട്ട് കയ്യങ്ങൾ ഇൻ ചെയ്തിട്ട് കച്ചവടമൊക്കെ കൊണ്ടേ ഏതായാലും റൂമിന്റെ വരുമാനമൊക്കെ കൂടുമ്പോൾ കറക്റ്റാണ്. എടാ പൊട്ട, നീ എന്തിനാണ് പോക്കറ്റിൽ കൈയിട്ടത്? അത് അമേരിക്കക്കാണ് ഇട്ടതാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് അവന്റെ കൈക്ക് തണുപ്പേക്കാതെ അവൻ പാട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടതാ. നമ്മളത് കണ്ടിട്ട് നമ്മളിപ്പോഴും നമുക്ക് അവൻ മതി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കേരളത്തിൽ ആകെ 7 ടൗണിൽ നോക്കിയാലും 2 പരസ്യമാണ് കൂടുതൽ. ഒന്ന്, UK പഠിക്കാൻ അവസരം. നോക്ക്, തിരുവനന്തപുരം മൊത്തം ഇലക്ട്രിക് പോസ്റ്റിലാണ് UK. എൻ്റെ മോനെ UK വിട്ട് പഠിപ്പിക്കണം. അവൻ ആരിഫായി, ഔലിയായി. രണ്ടാമത് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താം. ഈ 2 പരസ്യമാണ് കേരളത്തിൽ കൂടുതൽ. അതൊരു ധാരണയാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സതുപദേശം ഏതെന്നറിയുമോ? സതുപദേശം പറയാൻ വേണ്ടി മാത്രം വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആകർ ഹലീമാ മേരാ ഘർ മേ ഖൈർ വറാ ഗയാ ഹേ യേ ഖേതി കി ഘർ ആകർ ഹലീമാ മേരാ ഘർ മേ ഖൈർ വറാ ഗയാ ഹേ. അങ്ങനെ നിന്ന് പാവപ്പെട്ടവളായ ഹലീമത്ത് സഅദിയ മദീനയിലേക്ക് വന്നപ്പോ, മക്കയിലോട്ട് വന്നപ്പോ ഏതൊരു പ്രിയപ്പെട്ട മകനെ തന്നെ മാറിടത്തോട്ട് ചേർത്ത് വെച്ചപ്പോഴാണോ പാല് ചുരത്താത്ത ഒട്ടകത്തിന്റെ അകലില് പാല് ചുരത്തപ്പെട്ട പറക്കത്തിന്റെ ഉടമസ്ഥന്റെ വാക്കുകൾ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ ഭീമാപള്ളിയിൽ ഓരോ കൊട്ടാരത്തും കുടിലേക്കും ഹബീബായ നബിയുടെ ഒരൊറ്റ വാക്ക് കടന്നു വന്നാൽ നിങ്ങൾ ആഖിറത്തിന്റെ സുൽത്താന്മാരാണ്, നിങ്ങൾ ദുനിയാവിന്റെ നിഴലിന്റെ പ്രണയിതാക്കളല്ല. അതേതെന്നറിയുമോ? ലോകത്ത് മുഴുവനും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. അടിവരയിട്ടിട്ട് അഹ്മദ് കബീറിന്റെ വാക്ക് കേൾക്കുമ്പോ അടിവരയിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിനി, ഈ ദുനിയാവ്, ഈ നിഴല്, ഈ ദുനിയാവ് സിജ്നുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ ഹദീസ് ഞാൻ പറയും നിഴലുമായിട്ട് ബന്ധപ്പെട്ട്. നിഴലിനെ 2 കാര്യത്തോട് ഉപമിച്ചിട്ട് നബിയങ്ങൾ. ഒന്നാമത്താണ് നമ്മൾ പറയുന്നത്, ഒന്നാമത്തത് ദുനിയാവാണ്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം പഠിച്ചാൽ മതി. ജീവിതത്തിൽ ഒരു 3/4 ഭാഗം മുത്തക്കിയാവാൻ പറ്റും. പൂർണ്ണമാവാൻ പറ്റും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് നിങ്ങൾക്കും അവിടം വരെയൊക്കെ എത്താൻ വലിയ പാടാണ്. അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ ഒരു വലിയ ഹിമ്മത്ത് വേണം. അല്ലാഹു അതൊക്കെ തരട്ടെ. ഒരു സഹാബി മദീനത്തൂടി നടന്നുപോയി. ഒരു സുന്ദരിയായ പെണ്ണ് മുമ്പിലൂടെ പോയി. ആ പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയി. ആര്? സഹാബി. എന്ന് വെച്ചാൽ ആളുകൾ നോക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. ആ പെണ്ണിനെ അറിയാതെ നോക്കി ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. നേരെ പള്ളിയിലോട്ട് പോയപ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലിരിക്കുകയാണ്. പോയി പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. ആ സമയത്ത് സലാം എന്നായിട്ട് മടക്കിയില്ല. എന്റെ അമീറുൽ മുഅ്മിനീൻ സലാം എന്നായിട്ട് മടക്കാത്തതെന്താ? ആഖിറത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. വ്യഭിചാരത്തിന്റെ അടയാളം നിന്റെ മുഖത്താണെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സലാം മടക്കിയില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല പറഞ്ഞു, വളച്ചലൊക്കെ ആഖിറത്തിന്റെ ആളുകളാണ്, ഭയങ്കര നിസ്കാരവും നോമ്പും ഒക്കെ തന്നെ. പക്ഷെ ആഖിറത്തിൽ മുഖത്ത് പച്ച വ്യഭിചാരത്തിന്റെ അടയാളം ഇട്ട് കാണാൻ കഴിയും. സഹാബി ഞെട്ടിപ്പോയി. സംഭവം നടക്കുന്ന റോട്ടില് പറയുന്നത് വെച്ച് ഇതാണ് മഹാമാര് പറയണ. പള്ളിയിൽ പോയപ്പം വലിയ നിസ്കാരക്കാരനൊക്കെ ആഖിറത്തിൽ വ്യഭിചാരത്തിന്റെ അടയാളം മുഖത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ഈ സഹാബി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താ അമീറുൽ മുഅ്മിനീൻ അനസൽ വബി ബഅദ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം വഹി വരുന്നുണ്ടോ? എങ്ങനെയാ മുടിൽ വെച്ചൊരു പെണ്ണിനെ ഞാൻ നോക്കിയ കാര്യം എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അനസൽ വബി ബഅദ റസൂലില്ലാഹ്,
റസൂലുള്ളാഹിക്ക് ശേഷം വഹി വരുന്നില്ല, ഞാൻ റോട്ടിൽ വെച്ച് കണ്ട കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അറിയാതൊരു സഹാബി ഹജ്ജിന് പോയി. ഒരു സുന്ദരിയായ പെണ്ണ് ഹജ്ജിന്റെ മസല ഒരിക്കാൻ നബിയുടെ അടുക്കൽ വന്നു. അടുത്തൊരു സഹാബി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സഹാബി പെണ്ണിനെ നേരെ നോക്കി. ഹബീബായ റസൂലുള്ള മസല പറഞ്ഞ കൂടെ സഹാബിയുടെ മുഖത്തോട്ട് ഇട്ടു, ഇങ്ങോട്ട് ഇട്ടു. സഹാബിയുടെ മുഖത്ത് പിടിച്ച് അങ്ങോട്ട് നോക്കി. റസൂലുള്ള പിടിച്ച് ഇങ്ങോട്ട് തിരിച്ചു. നല്ല മസല. അപ്പോ അത്രയുമൊക്കെ നമ്മൾ എത്തണമെങ്കിൽ കണ്ടാലുടനെ ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ പറയുക, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വിലായത്തിന്റെ പദവി ഒന്നും വേണ്ട, എനിക്കൊട്ട് മഹാനാവുകയും വേണ്ട, നിൽക്കുന്ന വീട്ടിലൊക്കെ അങ്ങോട്ട് പോയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ട ഉടനെ പടച്ചവനെ ഇതിന്റെ ആശ്രയത്തിന് തടസ്സമാവില്ലോ നോക്കിട്ട് കണ്ണ് വലിക്കാൻ മാത്രമൊന്നും ഈമാൻ എനിക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ ഇവിടം വരെ. പക്ഷേ ഈ ഹദീസ് മാത്രം ഒന്ന് പഠിച്ചാൽ ഒരു 70% മുഅ്മിനാവാൻ പറ്റും, 100% ആവാൻ പറ്റും എന്ന് പറയും. അള്ളാഹു നമ്മൾ അവിടെ വരെ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിനെ എത്തിക്കട്ടെ. നമ്മൾക്ക് വീണ്ടും കഴിയില്ല. കണ്ടാൽ ഉടനെ ഇതെന്റെ സ്വർഗത്തിന് തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് പിൻവലിക്കണമെങ്കിൽ അവൻ അവിടം വരെ എത്തും. അത് നാവിന്റെ പ്രസംഗം കൊണ്ട് കഴിയില്ല, അത് കൽബിന്റെ വെളിച്ചം കൊണ്ടേ കഴിയൂ. അള്ളാഹു നാവിന്റെ പറച്ചിൽ കൽബിന്റെ വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ഈ ദുനിയാവ് നമ്മുടെ ജയിലാണ്. അവിശ്വാസിയുടെ വെടിവെച്ചവൻ സ്വർഗത്തിലാണ്, വെടി കൊണ്ടവൻ ദുനിയാവിലെ നരകത്തിലാണ്. മനസ്സിലായില്ല? ഈ ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് അധികാരികൾ അവന്റെ കൂടെയാണ്, പോലീസ് അവന്റെ കൂടെയാണ്. അവന് എന്നിട്ട് വംശമായ മനസ്സിലായി, അവന് സ്വർഗം. നമുക്കിപ്പോഴും നരകമാണ്, നമുക്കിതെപ്പോഴും ജയിലാണ്. നമ്മൾ ജയിൽവാസിയാണ്. അള്ളാഹുവിനാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹുവിനാക്കട്ടെ. ഇത് ദുനിയാവിൽ ഈ നിഴലിൽ നമ്മളാരാ? തടവില്ല, ജയിൽവാസിയാ. ജയിൽവാസിക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവും. എത്ര ഗുണം? ജയിൽവാസിക്ക് 4 ഗുണങ്ങളുണ്ട്. ഒരു തടവ് പുള്ളിയുടെ 4 ഗുണം സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. പറയട്ടെ. നിഴലിന്റെ പ്രണയം അവസാനിപ്പിക്കട്ടെ. നിഴലിനെ പ്രണയിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് 4 അടിസ്ഥാന യോഗ്യത ഉണ്ടാവും. പ്രണയമുണ്ട്, എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടം, കെട്ടിച്ചേരാൻ പറയും, പെണ്ണിന്റെ വാപ്പാന്ന് പറയും, പോയി സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കിയിട്ട് വരാൻ പറയും. അപ്പൊ നിഴലിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് എത്ര ഗുണം ഉണ്ടാവണം? 4. നീ ഇവിടുത്തെ ജയിൽവാസിയാണ്. പൂലപ്പുര സെൻട്രൽ ജയിലിലെ തടവ് പുള്ളിയുടെ ഗുണം എന്താ? ചപ്പാത്തി ഉണ്ടാക്കലല്ല, അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിൽക്കലല്ല. ജയിൽവാസിക്ക് 2 ഗുണം, 4 ഗുണമുണ്ട്. 1 ഇത്താഅത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിൽവാസിയോട് നമ്മെ ഉപമിച്ചത്, ദുനിയാവിൽ താമസിക്കുന്നവരോട്. 1 ഇത്താഅത്ത്, വഴിപ്പെടുക. ജയിൽവാസി എത്ര വലിയവനാണെങ്കിലും, ഇനി സാക്ഷാൽ സ്വർണം കടത്തിയ വയസ്സാണെങ്കിലും, ജയിലിൽ പോയാൽ ജയിൽ വാർഡനെ അനുസരിച്ചേ പറ്റൂ. ജയിൽവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അനുസരിക്കുക. സമയത്ത് പ്ലേറ്റ് മുട്ടും വന്ന് കഴിക്കുക, കുന്താലി എടുത്തു കൊടുത്താൽ വെട്ടുക. അതിപ്പോ കാലിത്തീറ്റയിൽ പോയ ലാലുവായിട്ട് കാര്യമില്ല. ലാലു പ്രസാദിന്റെ ഇനി ജോലി 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്ത ആൾ, 18 വർഷം മുമ്പ് ശിക്ഷ വിധിക്കാൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ആളാണ് ലാലു പ്രസാദ് യാദവ്. 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടും അയാളെ ശിക്ഷിച്ചത് ഇപ്പോഴാണ്. മസൂദ് അല്ലെ, എംപിയുടെ പേരെന്താ? ഇപ്പൊ ജയിലിൽ പോയ എംപി റഷീദ് മസൂദ്. 44-ാമത്തെ വയസ്സിലാണ് അയാൾ കുറ്റം ചെയ്തത്. അയാളെ ശിക്ഷിക്കുന്നത് 85-ാമത്തെ വയസ്സിലാണ്, 41 വർഷത്തിന് ശേഷം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അയാളുടെ യൗവനത്തിലാണ് അയാൾ ജയിലിൽ കിടക്കേണ്ടത്. ഇനി എല്ലാ ചോര നീരും വെച്ചിട്ട് 41 വർഷം ഇനിയല്ല ചെയ്യേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ കോടതിയുടെ പരിമിതി. ലാലു പ്രസാദ് ഭാര്യ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലാലു പ്രസാദ് ജയിലിൽ കിടക്കണം, അതാണ് നീതി. ഇത് ദുനിയാവിന്റെ കോടതി ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ലാലുവാണെങ്കിലും ഈ താഴ്ത്തു വേണം. ജയിൽവാസിയുടെ 1ാമത്തെ ഗുണം എന്താ? ജയിൽവാസിയെ പോലെ ആകണ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്താഴത്ത് വഴിപ്പെടണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വഴിപ്പെടണം. ആരെയാ വഴിപ്പെടേണ്ടത്? അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ
ദുനിയാവിൽ ജീവിക്കുമ്പോ നമുക്കും എനിക്കും ഉണ്ടാകേണ്ട ഒന്നാമത്തെ ഗുണം അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക. എന്നാലേ സഹോദരങ്ങളെ ജയിക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് ജീവിക്കാൻ വേണ്ടി വള്ളത്തിന്റെ വിലയും കാത്തിരിക്കുന്ന ഈ തീരദേശ പ്രവാസികളോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക. കടലിന്റെ തിരമാല നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാണ്. ഈ കടൽ പോലും നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാ. ബഹുമാനപ്പെട്ട അലാ ഇബ്നു ഹളമി റളിയല്ലാഹു അൻഹു ബഹ്റൈനിലേക്ക് പോവുകയാണ് 3000 സഹാബത്തുമായി. കടൽ തീരത്തെത്തി. കടൽ കടക്കാൻ കപ്പലില്ല. സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എങ്ങനെയാണ് കടൽ കടക്കുക? ഓ സമയത്ത് പറഞ്ഞ്, നമുക്കെന്താ കടലിനെ പേടി, നമുക്കെന്താ കടലിനെ പേടി. വലകിന സഹാബ് റസൂലുള്ളാഹ്, നമ്മുടെ ഹബീബായ നബിയുടെ സഹാബത്തല്ലേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുതിരയുടെ മുൻകാലെ കടലിൽ ഇറക്കുക, പിൻകാലെ കടലിന്റെ തീരത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളെല്ലാവരും കണ്ണടക്കുക. എല്ലാവരും കണ്ണടക്കി. സഹോദരങ്ങളെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിന്റെ തിരമാലകളോട് ജീവിക്കാൻ പാടുപെടുന്നവരെ, പള്ളിയുടെ നിവാസികളെ, കടൽ തിരമാല നിന്റെ വിരലിന്റെ താഴെ അനുസരണയോടെ നിൽക്കും. എപ്പോഴെന്നറിയോ? ഈ താഴ്ചയുണ്ടായാൽ എല്ലാവരും കണ്ണടച്ചു. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ഒരൊറ്റ ദിക്ർ ചൊല്ലി, യാ അലീം യാ ഹലീം യാ അലീം യാ ഹലീം യാ ഹലീം യാ ഹലീം യാ ഹലീം. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു. സഹാബത്തിനോട് പറഞ്ഞ് കണ്ണു തുറന്നുകൊള്ളുക. ഞങ്ങളെ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ കുതിരകള് ബഹ്റൈനിലെത്തി.